മറ്റു വാർത്തകളിലേക്ക് മോദി സമുദായത്തെ അപമാനിച്ചെന്ന കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ വിധിക്കെതിരെ രാഹുൽ ഗാന്ധി ഇന്ന് അപ്പീൽ നൽകും. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധിക്കെതിരെ സൂറത്ത് സെഷൻസ് കോടതിയിലാണ് അപ്പീൽ നൽകുക. അപ്പീൽ നൽകുന്നതിനായി രാഹുൽ ഗാന്ധി സെഷൻസ് കോടതിയിൽ അല്പസമയത്തിനകം ഹാജരാകും. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായി. ഇരുസഭകളും തടസ്സപ്പെട്ടു. KC ഉണ്ണികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉണ്ണി, ഇന്ന് രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകുകയാണ് കോടതിയിൽ. ആരൊക്കെ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്, ആരൊക്കെ അനുഗമിക്കുന്നു, എങ്ങനെയാണ് കോടതി നടപടികൾ പ്രതീക്ഷിക്കുന്നത്? വിജി, അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധി ഹർജി നൽകിയിരിക്കുന്നു എന്ന ഒരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹം സൂറത്ത് കോടതിയിൽ നേരിട്ട് ഹാജരായി ഇതുമായി ബന്ധപ്പെട്ട ഹർജി സമർപ്പിച്ചിരിക്കുന്നു. സെഷൻസ് കോടതിയിലാണ് അപ്പീൽ നൽകിയത്. മോദി പരാമർശത്തിന്റെ പേരിൽ അപകീർത്തി കേസിൽ ശിക്ഷിച്ച മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് മരവിപ്പിക്കണം അല്ലെങ്കിൽ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ സൂറത്തിലെ സെഷൻസ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. മുൻ കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ ഗാന്ധി തന്റെ ലോക്സഭാ അംഗത്വം പുനഃസ്ഥാപിക്കണമെന്നും അതോടൊപ്പം തന്നെ ഇടക്കാല സ്റ്റേ, ഈ ശിക്ഷാ നടപടിയിൽ ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിലൊരു ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഇന്ന് കോടതിയെ സമീപിക്കും എന്ന തരത്തിലുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. രാവിലെ രാഹുൽ ഗാന്ധി തന്റെ വസതിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളുമായി ഉൾപ്പെടെ വലിയ ഒരു നേതാക്കളുമായി തന്നെ വലിയ ഒരു കൂടിക്കാഴ്ചയൊക്കെ രാവിലെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അവർ ഈ സൂറത്ത് കോടതിയിലേക്ക് വന്നത്. വലിയൊരു സംഘം ആളുകൾ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും അടക്കം വലിയൊരു സംഘം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം ഈ സൂറത്ത് കോടതിയിലേക്ക് രാഹുലിനെ അനുഗമിച്ചുണ്ടായിരുന്നു. വലിയൊരു സംഘമായി തന്നെ ബസ്സിലായിരുന്നു ഇത്തരത്തിൽ എത്തിയത്. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപ്പീൽ നൽകുന്നതിനായി രാഹുൽ ഗാന്ധി ഈ സൂറത്തിലെത്തിയത്. പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും അടക്കം എല്ലാവരും വലിയൊരു കൂട്ടം തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ കള്ളന്മാർക്കെല്ലാം മോദി എന്ന കുടുംബ പേരുള്ള എന്തുകൊണ്ടെന്ന ഒരു പരാമർശമാണ് വലിയ രീതിയിൽ തന്നെ വിവാദമായതും. അതോടൊപ്പം തന്നെ അത് രാഹുൽ ഗാന്ധിനെ 2 വർഷത്തേക്ക് തടവിന് ശിക്ഷിക്കപ്പെടുകയും തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ അയോഗ്യനാക്കുന്ന നടപടിയിലേക്ക് നീങ്ങുന്ന എല്ലാം തന്നെ കാരണമായ ഒരു പരാമർശമായിരുന്നു അത്. 2019 കർണാടകയിലെ കോലാറിൽ നടന്ന ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നടത്തിയ ഒരു പരാമർശം വലിയ രീതിയിൽ വിവാദമാവുകയും അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള നടപടി രാഹുലിനെതിരെ ഉണ്ടായത്. അതേസമയം തന്നെ ഈ രാഹുൽ ഈ കോടതിയിൽ എത്തിയത് വലിയൊരു അകമ്പടിയായി തന്നെയാണ്. ഇതിനെ വലിയ രീതിയിൽ BJPയുടെ ഭാഗത്തു നിന്നൊരു ഇതിനെതിരെ വലിയൊരു വിമർശനം കൂടി ഉണ്ടായൊരു സാഹചര്യമുണ്ട്. ഈ സുഹൃത്ത് അപ്പീൽ നൽകുന്നതിന് നേരിട്ട് ഹാജരാകാനുള്ള രാഹുൽ ഗാന്ധി നീക്കത്തെ കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു വിമർശനവുമായി അദ്ദേഹത്തെ ഈ രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് രംഗത്തെത്തി. ഇത്തരത്തിൽ നേരിട്ട് ഹാജരായതിനെ വിമർശിച്ചാണ് അദ്ദേഹം രംഗത്തെത്തിയത്. അപ്പീൽ നൽകാൻ കുറ്റക്കാരൻ നേരിട്ട് കോടതിയിൽ പോകേണ്ട ആവശ്യമില്ലെന്ന്, നേതാവിനും സഹായികൾക്കൊപ്പം പോകുന്നത് അപക്വമായ സമീപനമാണെന്നൊരു വിമർശനമാണ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു അത്തരത്തിലൊരു വിമർശനമാണ് രാഹുലിനെതിരെ നടത്തിയത്. കോടതിയിൽ ഇത്തരം തന്ത്രങ്ങളിൽ വീണു പോകുന്നതല്ലെന്നും കിരൺ റിജിജു രാഹുലിനെതിരെ ഇത്തരത്തിലൊരു പരാമർശം നടത്തിക്കൊണ്ട് പറയുകയുണ്ടായി. എന്തായാലും രാഹുൽ ഗാന്ധി ഇപ്പോൾ സൂറത്ത് കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നു. തന്നെ അയോഗ്യനാക്കിയ നടപടിയിലും അതോടൊപ്പം തന്നെ ശിക്ഷാ വിധി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അപ്പീൽ നൽകിയിരിക്കുന്നു. വിജി, ശരി, KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.